സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു എയർ, അതായത് ഇതിൻ്റെ അകത്ത് മാക്സിമം ഒരു എയറിൻ്റെ അകത്തേക്ക് മാക്സിമം മോയ്സ്ചർ കയറിയ ഒരു അവസ്ഥയിലുള്ള ഓരോ പോയിൻറ്റ്സും നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും പിന്നെ ഹ്യൂമിഡിറ്റി റേഷ്യോയും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ പോയിൻറ്റ്സും നമ്മളിവിടെ ഡോട്ടായിട്ട് പ്ലോട്ട് ചെയ്തേക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസ് ഓഫ് മോയ്സ്ചർ ഡിവൈഡ് ബൈ ഗ്രെയിൻസ് ഓഫ് ഡ്രൈ എയർ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ പോയിൻറ്റ്സും പ്ലോട്ട് ചെയ്യുന്നു, എന്നിട്ടത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കർവ് അല്ലെങ്കിൽ സാച്ചുറേഷൻ കർവ് എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇത് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതായത് നമുക്കിനി വെള്ളം ആഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, എയറിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഓരോ പോയിൻറ്റ്സാണ് നമുക്ക് കിട്ടിയത്. സിമിലർലി നമ്മൾ പല പോയിൻറ്റ്സും ഓരോ ഹ്യൂമിഡിറ്റി കുറയുന്നതനുസരിച്ച് ആ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്താൽ ഇങ്ങനെ കുറേ ഗ്രാഫുകൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വൈ ആക്സിസിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ, എക്സ് ആക്സിസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. ഇത് തമ്മിലുള്ള പ്ലോട്ടിംഗ് ആണ് ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കർവ്സ് വരുന്നത്. അതേപോലെ ഡ്യൂ പോയിൻ്റ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ ബിക്കം സാച്ചുറേറ്റഡ് വിത്ത് മോയ്സ്ചർ ആൻഡ് ദ മോയ്സ്ചർ സ്റ്റാർട്സ് ടു കണ്ടൻസ് ഇൻ ടു വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അതായത് എയറിലുള്ള ഇനി നോമോർ അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, വാട്ടർ വേപ്പർ ഇൻ ദ എയർ ബിക്കം സാച്ചുറേറ്റഡ് ആവുന്ന ഒരവസ്ഥ. എന്നിട്ട് ആ മോയ്സ്ചർ, അതായത് എയറിലുള്ള മോയ്സ്ചർ പതുക്കെ വെള്ളമായിട്ട് തീരാൻ, കണ്ടൻസ് ചെയ്ത് വെള്ളമായിട്ട് തീരാൻ പോകുന്ന അവസ്ഥയാണ് ഇതിൽ സംഭവിക്കുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100%, ഡ്യൂ പോയിൻറ്റ്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓൾ ദ സെയിം. അപ്പം നമുക്ക് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിൽ ഡ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ വാല്യൂ, വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും സെയിം ആയിരിക്കും എന്നാണ് കാണിക്കുന്നത്. ഈ ഗ്രാഫിൽ കാണാം, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ ഗ്രാഫിൽ ഡ്യൂ പോയിൻറ്റും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും എല്ലാം കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിൻ്റ് കാണാം. അതാണ് ഇപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ ഈ കാണുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വോളിയം ലൈൻസ് ആണ്. അപ്പോൾ ഇത് കുറച്ച് സ്ലാൻഡിങ് ആയിട്ട് നമ്മുടെ വൈ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് ഒരു 30 ഡിഗ്രി ഒക്കെ മേക്ക് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതും സ്പെസിഫിക് വോളിയം ലൈൻസ് ക്യൂബിക് ഫീറ്റ് പെർ പൗണ്ട് ഓഫ് ഡ്രൈ എയർ എന്നുള്ള രീതിയിലാണ് അത് പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഡിഫറെൻറ്റ് സിനാരിയോസിൽ അത് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സെൻസിബിൾ ഹീറ്റിങ്ങിൻ്റെ ഗ്രാഫാണ് അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. സെൻസിബിൾ കൂളിങ്ങിൻ്റെ ഗ്രാഫ് ഇവിടെ കാണിച്ചേക്കണം. അപ്പോൾ ഹീറ്റിങ്ങിൻ്റെ ഗ്രാഫ് നമ്മൾ രണ്ടും സെയിം ആണ്. അതിൻ്റെ അകത്ത് പോയിൻ്റ് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അതായത് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ വേണ്ടത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ആ പോയിൻ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുമെന്ന് കാണിച്ചേക്കുകയാണ്. കൂളിംഗ് ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ബാക്കിലേക്ക് ഷിഫ്റ്റ് ആവുമെന്ന് കാണിച്ചേക്കുന്നതാണ്. മോയ്സ്ചർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമിഡിറ്റി കൂടുന്നു, മുകളിലേക്കാണ് ഈ പോയിൻ്റ് ഷിഫ്റ്റ് ആവുന്നത്. റിമൂവിങ് മോയ്സ്ചർ ആണെങ്കിൽ താഴത്തേക്കാണ് ഷിഫ്റ്റ് ആവുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ബെറ്റർ ഗ്രാഫിൽ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് എന്നെടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് സെൻസിബിൾ ആൻഡ് ലേറ്റൻറ്റ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇപ്പോൾ ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് തിരിച്ചുവിടാം ആ പോയിൻറ്റിനെ. നല്ലൊരു കേസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മെഷീനിൽ നിന്ന് ഔട്ട്സൈഡ് എയർ വരുന്നുണ്ട്. അത് ബി എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് അത് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അതൊരു പർട്ടിക്കുലർ മോയ്സ്ചർ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കുന്നതെന്ന് ആലോചിക്കുക. നമ്മുടെ ഓൾറെഡി റൂമിലുള്ള എയർ റീസർക്കുലേറ്റ് ചെയ്യുന്ന അത് എ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ എയും ബിയും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും അല്ലാത്തൊരു അവസ്ഥ കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. 80 ഡിഗ്രി ഫാരൻഹീറ്റിലെ എയിൽ നിന്ന് വന്നു, അതായത് റീസർക്കുലേറ്റ് ചെയ്ത എയറും ഔട്ട്സൈഡ് എയർ ബി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വരുന്നത് 95 ഡിഗ്രി സെൽഷ്യസ് അല്ല, ഫാരൻഹീറ്റ്, ക്ഷമിക്കണം. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഉദാഹരണത്തിന് നമുക്ക് 4000 ക്യൂബിക് ഫീറ്റ് പെർ മിനിറ്റ് ഓഫ് എയർ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ 3000 റിട്ടേൺ വരുന്ന എയർ തന്നെ കയറ്റി വിടുക, 1000 നമ്മുടെ പുറത്തുനിന്നുള്ള എയർ ഫ്രഷ് എയറും കൂടി കയറ്റി വിടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു. അപ്പോൾ അതിൻ്റെ ആ ഒരു റേഷ്യോ ആണ് ഈ 1000 ഡിവൈഡ് ബൈ 4000 എന്ന് പറഞ്ഞ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോന്നിൻ്റെ പെർസെൻറ്റേജ്, ഔട്ട്സൈഡ് എയർ 25%, റിട്ടേൺ എയർ 75%, അങ്ങനെ ടോട്ടൽ 100% എയർ ചെല്ലുന്നു എന്നുള്ളൊരു ഇതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ പോയിൻ്റ് കാണിച്ചിട്ടുണ്ട് 83.75 ഡിഗ്രി ഫാരൻഹീറ്റിൽ സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ എയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, മിക്സായി കഴിയുമ്പോഴുള്ള അവസ്ഥ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ
എത്ര ക്യൂബിക് ഫീറ്റ് ഓഫ് എയറും പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ അങ്ങനെയുള്ള കുറച്ച് കാൽക്കുലേഷൻസിന് വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസാണ് ഇതിൽ പറയുന്നത്. സെൻസിബിൾ ഹീറ്റ് റേഷ്യോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് ഗെയിൻ പ്ലസ് ലാറ്റൻ ഹീറ്റ് ഗെയിൻ ആണ് അതിൻ്റെ ഒരു ഫോർമുല പറയുകയാണെങ്കിൽ സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് വിച്ച് വെൻ ആഡഡ് ടു എയർ കോസസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് നോ ചേഞ്ച് ഇൻ എമൗണ്ട് ഓഫ് മോയ്സ്ചർ പ്രസൻറ്റ്. അതായത് മോയ്സ്ചർ മാറാതെ എയറിൻ്റെ അകത്തുള്ള മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റിൻ്റെ വ്യതിയാനം വരാതെ അതിൽ ടെമ്പറേച്ചർ മാത്രം മാറുന്ന ഒരു അവസ്ഥയാണ് സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു സ്പെസിഫിക് ഡെൻസിറ്റി ഇൻറ്റു 60 min/hour ഇൻറ്റു CFM ഇൻറ്റു ΔT എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അതിപ്പോൾ നോക്കണം. അതിൻ്റെ സെൻസിബിൾ ഹീറ്റിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി വയ്ക്കുക. ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മാറാതെ സ്റ്റേറ്റ് മാറ്റുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു റേഷ്യോ ആണ് നമ്മുടെ സെൻസിബിൾ ഹീറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് റേഷ്യോൻ്റെ ഒരു ലൈൻ ഡ്രോ ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചേക്കുന്നത്. അതിലൊരു പോയിൻ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉദാഹരണത്തിന് നമുക്ക് 80,000 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് പെർ അവർ ആണ് സെൻസിബിൾ ഹീറ്റ് ഗെയിനും. ലേറ്റൻറ്റ് ഹീറ്റ് ഗെയിൻ 1,00,000 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് പെർ അവർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റേഷ്യോ 0.8 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. പിന്നെ ആ ഒരു പർട്ടിക്കുലർ റൂമിൻ്റെ നമുക്ക് ഇത്ര ഡിഗ്രി ഫാരൻഹീറ്റ് വേണം, ഡ്രൈബിൾ ടെമ്പറേച്ചർ, അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50% വേണം, പിന്നെ ഔട്ട്സൈഡ് എയർ അതിൻ്റെ വാല്യൂം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വെന്റിലേഷൻ എത്ര 25% ഓഫ് ഔട്ട്സൈഡ് എയർ തന്നെ എന്നൊക്കെയുള്ളൊരു ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ പ്ലോട്ടിങ് ചെയ്യുന്നു. ആദ്യം SHR റേഷ്യോൻ്റെ ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് അതിൽ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരു സിനാരിയോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ABC എന്ന് പറഞ്ഞ 3 പോയിൻറ്റ്സ്, നേരത്തെ പറഞ്ഞ 3 പോയിൻറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള കണ്ടീഷൻ, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് എയർ, അങ്ങനെ ഓവറോൾ ഇത് മിക്സ് ആകുമ്പോൾ C എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് എത്തുന്നു. അതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ എത്ര എയർ ഫ്ലോ വേണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു ഫോർമുലയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സപ്ലൈ എയർ ഫ്ലോ ഈക്വൽ ടു സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ഡിവൈഡ് ബൈ 1.085 ഇൻറ്റു റൂം ഡ്രൈബിൾ ടെമ്പറേച്ചർ മൈനസ് സപ്ലൈ ഡ്രൈബിൾ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മളതിൻ്റെ ഡിഫറൻസ് സെൻസിബിൾ ഹീറ്റ് ഗെയിൻ ഡിവൈഡ് ബൈ 1.085 ഇൻറ്റു അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ഓരോ 2 പോയിൻ്റ് പറഞ്ഞല്ലോ. 78 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ സപ്ലൈ ഡ്രൈബിൾ ടെമ്പറേച്ചർ 56 ആണ്. അപ്പോൾ അതിൽ നിന്ന് ആണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്.